ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഒബ്സ്റ്റക്കിൾസ് ഓഫ് ചെയിൻ സർവേ. ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് ഒബ്സ്റ്റക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെയിൻ സർവേ ചെയ്യുന്ന സമയത്ത് ചെയിൻ സർവേ ചെയ്യാതെ, അതായത് അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ടാവുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് പറയുന്നത് ഒബ്സ്റ്റക്കിൾസ് ഇൻ ചെയിനിങ് ബട്ട് നോട്ട് റേഞ്ചിങ്. ചെയിനിങ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അതായത് ചെയിനിങ് ചെയ്യാനുള്ള തടസ്സം, പക്ഷേ റേഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്യാം. സെക്കൻഡ് കേസ് പറയുന്നത് ഒബ്സ്റ്റക്കിൾസ് ഇൻ റേഞ്ചിങ്. റേഞ്ചിങ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചെയിനിങ് ചെയ്യുക. ചെയിനിങ് എന്ന് പറയുന്നത് ചെയിൻ ഇട്ടിട്ട് അളക്കുന്നതാണ്. ഓക്കെ, റേഞ്ചിങ് എന്ന് പറയുന്നത് റേഞ്ചിങ് റോഡ്സ് ഫിക്സ് ചെയ്തിട്ട് ഒരേ ലൈനിലാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ റേഞ്ചിങ് ചെയ്യാൻ പറ്റില്ല. ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തടസ്സം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഇൻ റേഞ്ചിങ് എന്ന് പറയുമ്പോൾ റേഞ്ചിങ്ങിനുള്ള തടസ്സം. അപ്പോൾ ചെയിനിങ് അവിടെ ചെയ്യാം. ആൻഡ് തേർഡ് കേസ് പറയുന്നത് ഒബ്സ്റ്റക്കിൾസ് ടു ബോത്ത് ചെയിനിങ് ആൻഡ് റേഞ്ചിങ്. ചെയിനിങ് ചെയ്യാനും അതുപോലെ തന്നെ റേഞ്ചിങ് ചെയ്യാനും തടസ്സമുള്ള കേസ്. ഫസ്റ്റ് കേസ് നോക്കുക, ഒബ്സ്റ്റക്കിൾസ് ഇൻ ചെയിനിങ് നോട്ട് റേഞ്ചിങ്. ചെയിനിങ് ചെയ്യാനുള്ള തടസ്സം അതുപോലെ തന്നെ റേഞ്ചിങ് ചെയ്യാം. അങ്ങനെയുള്ള കേസ് സാധാരണയായിട്ട് വരുന്നത് പോണ്ട് അല്ലെങ്കിൽ റിവറൊക്കെ വരുന്ന കേസിലാണ്. പോണ്ട് അല്ലെങ്കിൽ റിവറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ പോണ്ടിൻ്റെ അല്ലെങ്കിൽ റിവറിൻ്റെ മുകളിലൂടെ ചെയിൻ ഇട്ടിട്ട് അളക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കേസ് പോണ്ടിൻ്റെ കേസ് നോക്കാം. പോണ്ട് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഫിഗറിലുള്ള ഇതാണ് പോണ്ട് എന്ന് വിചാരിക്കുക. പോണ്ടിൻ്റെ രണ്ട് സൈഡിലും ഓരോ പോയിന്റ്സ് സെലക്ട് ചെയ്യുക. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് സെലക്ട് ചെയ്യുക. എയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിക്കുക സി. അതുപോലെ തന്നെ ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക, ഒരു പോയിന്റ് കണ്ടുപിടിച്ച് എന്ത് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ സി എന്ന് പറയുന്ന ഈ ലെങ്ത്തും ബി ഡി എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആയിരിക്കും. ഓക്കെ, എ സി എന്ന് പറയുന്ന ഈ ലെങ്ത്തും അതുപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിയും ഡിയും കൂടി ജോയിൻ ചെയ്ത് സി ഡിയുടെ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ സി ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ ബി ആയിരിക്കും. ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു സി ഡി. സെക്കൻഡ് കേസ് പറയുന്നത് നോക്കാം. ഇതാണ് പോണ്ട്. പോണ്ടിൻ്റെ രണ്ട് സൈഡിൽ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്തു, ഒരു ലൈന് വരച്ചു. ഇനി ആ ലൈന് വരച്ചിട്ട് പുതിയൊരു പോയിന്റ് കണ്ടുപിടിച്ചു സി. ആ ലൈനിൽ ഒരു പോയിന്റാണ് സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിയും ബിയും കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈന് വരക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയിൻ ഇടാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ചെയിൻ ഇടാൻ പറ്റണം, അല്ലെങ്കിൽ ഈ സി ബി എന്ന് പറയുന്ന ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാവണം. അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, സി എന്ന് പറയുന്ന ഈ എയിൽ നിന്ന് വരക്കുന്ന ലൈനിൽ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അവിടുന്ന് ബിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ സി ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിലാണ് സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം വഴി നമുക്ക് എന്ത് ചെയ്യുക, എ ബിയുടെ ലെങ്ത്ത് കാണാം. നമുക്കറിയാം പൈതഗോറസ് തിയറം എന്ന് പറയുമ്പോൾ എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സി സ്ക്വയർ ആണ് വരിക. അതിൽ നിന്ന് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ എ ബി കിട്ടും. എ ബി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ചെയ്താൽ മതി. എ ബി ആകുമ്പോൾ റൂട്ട് ഓഫ് ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ചെയ്യാം. മൂന്നാമത്തെ കേസ് നോക്കുക. പോണ്ടാണെന്നുണ്ടെങ്കിൽ പോണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ പോയിന്റ്സ് സെലക്ട് ചെയ്തു, എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന പോയിന്റ് വേറൊരു പോയിന്റ് സെലക്ട് ചെയ്യുക. സി എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എയിലോട്ടും അതുപോലെ തന്നെ ബിയിലോട്ടും നമുക്ക് അളക്കാൻ പറ്റിയതായിരിക്കണം. മാത്രമല്ല ഈ സി എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ എയും ബി എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റുമായിട്ടൊരു പെർപെൻഡിക്കുലർ ആ സി എന്ന് പറയുന്ന പോയിന്റിൽ സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു പോയിന്റാണ് സി എന്ന് പറയുന്നത്. ആ പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എ സി മെഷർ ചെയ്യുക, അതുപോലെ തന്നെ ബി സിയും മെഷർ ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പൈതഗോറസ് തിയറം വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞത് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, റൂട്ട് ഓഫ് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ചെയ്താൽ മതി. ഈ നെക്സ്റ്റ് റിവറിൻ്റെ കേസാണ് പറയുന്നത്. റിവറിൻ്റെ രണ്ട് സൈഡിലുള്ള ഓരോ പോയിന്റ്സ് ആണ് എയും ബി എന്ന് കൺസിഡർ ചെയ്യുക. എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് സി എന്ന് പറയുന്ന ഒരു പോയിന്റ്
കണ്ടുപിടിക്കുക. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുക. ഇനി എ സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക, ഡി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എ ഡി എന്ന് പറയുന്നത് ഡി സി ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ പുറത്തെ സൈഡിലോട്ട് സെറ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബിയും സിയും കൂടി എന്ത് ചെയ്യാം, നമുക്ക് റേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിയും ഡിയും കൂടി റേഞ്ച് ചെയ്തിട്ട് പുതിയൊരു ലൈനും കൂടി കൺസ്ട്രക്ട് ചെയ്യുക. ആ ലൈനും അതുപോലെ തന്നെ സിയും ഇയും കൂടി സിയിൽ നിന്ന് പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്തിട്ട് ഈ ലൈനും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും എന്ത്, ഇ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തും സി ഇ എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തും എന്താണ്, ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് കേസ് നോക്കാം. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ആണ് റിവറിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള പോയിന്റ്സ്. ഇനി ഈ എ ബി എന്ന് പറയുന്ന ലൈന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു എ എന്ന് പറയുന്ന ലൈന് പ്രൊലോങ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. സി എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ബി എന്ന് പറയുന്ന സി ബി എന്ന് പറയുന്ന ഈ ഒരു ലൈനുമായിട്ട് 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യണം, ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ സിയിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന ലൈന് ഈ എയിൽ നിന്ന് വരുന്ന ലൈനുമായിട്ട് കൂട്ടിമുട്ടും. ഓക്കെ, ആ കൂട്ടിമുട്ടിയിട്ട് കിട്ടിയ പോയിൻ്റാണ് എന്ത്, ഡി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, എ ബി സി അതുപോലെ തന്നെ എ ഡി സി. ഇനി ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ബി ബൈ എ സി ആണ്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ ഡി ബൈ എ സി അല്ലെങ്കിൽ എ സി ബൈ എ ഡി എന്നും പറയാം. ഓക്കെ, നോക്കുക, രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി ബൈ എ സി ഈക്വൽ ടു എ സി ബൈ എ ഡി എന്ന് എഴുതാം. ഓക്കെ, therefore എ ബി ഈക്വൽ ടു എ സി സ്ക്വയർ ബൈ എ ഡി എന്നും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് കേസ് നോക്കുക. കേസ് 2 ഒബ്സ്റ്റക്കിൾസ് ടു റേഞ്ചിങ് ചെയ്യാനുള്ള തടസ്സം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. റേഞ്ചിങ് ചെയ്യാൻ തടസ്സം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് ചെയിനിങ് ചെയ്യും, അതായത് ചെയിന് വെച്ചിട്ട് അളവുകൾ എടുക്കാമെന്നുള്ള കേസ് ഇതിൽ പറയുന്നുണ്ട്. The both end of the line may be visible from intermediate points on the line. എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ രണ്ട് പോയിൻറ്റ്സ്. ഓക്കെ, പക്ഷേ ഈ എയിൽ നോക്കിയാൽ ബിയും കാണൂല, ബിയിൽ നോക്കിയാൽ എയും കാണുന്നില്ല. ഓക്കെ, നമുക്ക് റേഞ്ചിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ചൂസ് ചെയ്തു, സി ആൻഡ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, ബി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് സെലക്ട് ചെയ്യാം. ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബി ആൻഡ് എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടി. ഇനി നോക്കുക, ഈ സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് സ്കെയിലിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഗ്രാഫിക്സിലൊക്കെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഈ രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പാരലലായിട്ട് വരുന്ന രീതിയിൽ ഡി ഡാഷും അതുപോലെ തന്നെ സി ഡാഷും ഒക്കെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നോക്കുക, സി ഡാഷ് ബൈ ബി ഡാഷ്. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ എ സി ഡാഷും അതുപോലെ തന്നെ എ ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഡാഷ് ബൈ ബി ഡാഷ്, സി ഡാഷ് ബൈ ബി ഡാഷ് എന്ന് പറയുന്നത് എ സി ഡാഷ് ബൈ എ ബി ഡാഷിന് തുല്യമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ലൈനാണ് ഡി ഡാഷ്. അത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി ഡാഷ് ബൈ ബി ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡി ഡാഷ് ബൈ എ ബി ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്നും സി ഡാഷിൻ്റെ ഈ ഒരു ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. സി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, എ സി ഡാഷ്, അതായത് എ സി ഡാഷ് ബൈ എ ബി ഡാഷ് ഇൻറ്റു ഈ ബി ഡാഷിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഡി ഡാഷ് എന്ന് പറയുന്നത് എ ഡി ഡാഷ് ബൈ എ ബി ഡാഷ് ഇൻറ്റു ബി ഡാഷിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് കിട്ടിയത് ആ ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സി ഡാഷും ഡി ഡാഷും നമുക്ക് അടയാളപ്പെടുത്താം.
നെക്സ്റ്റ് കേസ് പറയുന്നത് ഒബ്സ്റ്റക്കിൾസ് ടു ബോത്ത് ചെയിനിങ് ആൻഡ് റേഞ്ചിങ് ആണ്. ചെയിനിങ് ചെയ്യാനും അതുപോലെ തന്നെ റേഞ്ചിങ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കേസാണ്. അങ്ങനെയുള്ള കേസ് വരുന്നത് സാധാരണയായിട്ട് ബിൽഡിങ്ങുകൾ വരുമ്പോഴാണ്. നമ്മുടെ പ്ലോട്ടിൽ നമ്മൾ അളക്കാൻ പോകുന്ന പ്ലോട്ടിൽ ബിൽഡിങ് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയിനിങ്, അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ചെയിൻ ഇടലും നടക്കില്ല, അതുപോലെ തന്നെ റേഞ്ചിങ്ങും നമുക്ക് നടക്കില്ല. ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് ഒരു പോയിന്റ്, ഫ്രണ്ടിലാണ് ഒരു പോയിന്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് ബിൽഡിങ് നിൽക്കുന്നതാണ്. സോ അങ്ങനെയുള്ള കേസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പല മെത്തേഡ്സും ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഇതാണ് നമ്മുടെ ബിൽഡിംഗ് എന്ന് വിചാരിക്കുക. ബിൽഡിങ്ങിന് രണ്ട് സൈഡിലും 2 പോയിന്റ്സ് ചൂസ് ചെയ്യുക. AB അതുപോലെ തന്നെ GH എന്ന് പറയുന്ന 2 പോയിന്റ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. എയിൽ നിന്ന് പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക, ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക, ജിയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ എച്ചിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക. ഈ ചെയ്യുന്ന സമയത്ത് ഈ സെറ്റ് ഔട്ട് ചെയ്ത ലൈനിൽ ഓരോ പോയിന്റ്സ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പോയിന്റിൽ നിന്നും ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കണം. ഓക്കെ, ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു പോയിന്റാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ BC എന്ന് പറയുന്ന അതേ ലെങ്ത് തന്നെ ആവണം എന്ത് AD എന്ന് പറയുന്നതും GE എന്ന് പറയുന്നതും HF എന്ന് പറയുന്നതും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BH എന്ന് പറയുന്നത് CFന് തുല്യമായിരിക്കും, അതുപോലെ തന്നെ AG എന്ന് പറയുന്നത് DEക്കും തുല്യമായിരിക്കും. ഇതിലെ സെക്കൻഡ് കേസ് നോക്കാം. ഒരു ബിൽഡിങ്ങിന് 2 സൈഡിൽ 2 പോയിന്റ്സ് വീതം സെലക്ട് ചെയ്യണം, AB അതുപോലെ തന്നെ CD. ഓക്കെ, ഇനി പുതിയൊരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് E എന്ന് പറയുന്ന പോയിന്റ്. E എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ Bയും Dയുമായിട്ട് അവിടെ ഒരു റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ഫോം ചെയ്തിരിക്കണം. ഓക്കെ, അതുമാത്രമല്ല BE എന്ന് പറയുന്ന ലെങ്ത്തും അതുപോലെ തന്നെ DE എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തും എന്താണ് സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി എയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ സിയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ BE എന്ന് പറയുന്ന ലൈനിൽ കിട്ടിയ പോയിന്റ്, എയിൽ നിന്ന് പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് BE എന്ന് പറയുന്ന ലൈനിൽ കൂട്ടിമുട്ടിയ പോയിന്റാണ് F. അതുപോലെ തന്നെ സിയിൽ നിന്നും പെർപെൻഡിക്കുലർ സെറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ED എന്ന് പറയുന്ന ഈ ഒരു ലൈനിൽ കിട്ടിയ പോയിന്റാണ് എന്ത് G എന്ന് പറയുന്നത്. ഇയും ജിയും കൂടി ജോയിൻ ചെയ്യുക. EG എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക, ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ EAC എന്ന് പറയുന്ന ലെങ്ത്തും EFG എന്ന് പറയുന്ന ലെങ്ത്ത് എന്താണ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് AC = FG.